ആ അപ്പൊ പറഞ്ഞ പോലെ ഞാൻ മണിയുടെ നമ്പർ ഇപ്പൊ അങ്ങോട്ട് അയച്ചു തരാം. മണിയുടെ നമ്പറിൽ ഓക്കെ. ആർക്ക് എന്റെ നമ്പർ കൊടുത്ത്? ഇത് ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറെ ഇടി സിനിമയിലെ നല്ലൊരു അമ്മ വേഷം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിനക്കൊന്ന് നോക്കാന്ന് ഞാൻ വിചാരിച്ചു. അയ്യേ അമ്മ വേഷം എനിക്കാ എന്തോന്നടി ഒരു പുച്ഛം പോലെ അയ്യേന്ന്? സിനിമയിലെ അമ്മ വേഷം മോശോ? അതെ, ഭാവിയിലൊരു കവിയൂർ പൊന്നമ്മയാവും നീ. കവിയൂർ പൊന്നമ്മ വേറെ പണിയില്ലതേ. ചായക്ക് വെള്ളം വെച്ചേക്കാണ് ഞാൻ തലക്കൂടെ എടുത്ത് ചോദിച്ചു. പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കാൻ പോണു. എന്തോന്നടി കുഴപ്പമൊന്നും? നിനക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. എന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളും വിളിക്കണം. എന്നെ ആരും കൺട്രോൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. എടി നിന്നെ കൺട്രോൾ ചെയ്യാനല്ല, നല്ല നല്ല വേഷങ്ങൾ വരും മണി. എന്റെ മണിക്കുട്ടി, എടി ഞാൻ പണ്ട് കരമന ബ്രാഞ്ചിൽ ജോലി ചെയ്തപ്പോ എന്റെ കൂടെ ഒരു പിയൂണ് രാജേഷ് ഉണ്ടായത് ഓർമ്മയുണ്ടോ? ഓ മനസ്സിലായി. ആ പൊക്കം കുറഞ്ഞല്ലേ? ഓ അറിയാം. അവൻ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. അവൻ അന്ന് ഒരു 15,000 രൂപ വാങ്ങിച്ചിരുന്നു. അന്ന് ഞാൻ കുറെ നാളായി. ഇപ്പൊ അത് തരാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോ എന്റെ അക്കൗണ്ടിലോട്ട് ഗൂഗിൾ പേ വഴി പറ്റണില്ല. അപ്പൊ ഞാൻ നിന്റെ ഫോൺ നമ്പർ കൊടുത്തു. ഇതാണ് സംഭവം. മനുഷ്യൻ വെറുതെ പേടിപ്പിക്കാനായിട്ട് തമാശയാണ് ഇങ്ങനത്തെ തമാശ. സിനിമയിൽ അഭിനയിപ്പിക്കുന്നു പറഞ്ഞിട്ട് നീ വെറുതെ ആഗ്രഹിച്ചല്ലേ? ആഗ്രഹിച്ചു അതല്ലേ പണി. എനിക്കറിയാം നിനക്ക് ആഗ്രഹമുണ്ട്. പിന്നെ നിന്നെ കൊണ്ട് പറ്റുകയും ചെയ്യും. ഇപ്പൊ എന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ ഇവിടുത്തെ കാര്യം നോക്കി കണ്ടോളാം. അതെ, ചുമ്മാ ഇരുന്ന് ലാത്തി അടിക്കാതെ പോയി ഡ്രസ് ചെയ്തോണ്ട് പോവാ. കടയിൽ പോണം സാധനം മേടിക്കാൻ. ഒരുപാട് സാധനങ്ങളുണ്ട്, ലിസ്റ്റ് ചെയ്ത് തരാം. വൈകുന്നേരം പോവാം. വൈകുന്നേരം കൊണ്ട് എനിക്കിപ്പോ വേണം. കുറച്ച് കഴിയിട്ടെന്ന്. ഉച്ചക്കുള്ള സാധനം പിന്നെ വൈകുന്നേരം മേടിച്ച കാര്യമുണ്ടോ? വാങ്ങിച്ചോട്ട് വാ, ഇന്നലെ കാര്യം നടക്കുള്ളൂ. ചെല്ല് മണി എന്നെ തള്ളി വിടുന്നു. പോവില്ല മടിയെ. ഫുൾ കണക്കൂട്ടലാണല്ലോ. എടാ ജീവിതമൊക്കെ ആകുമ്പോഴേ കണക്കൂട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് കാര്യമാണ്. എന്തേ ചുമ്മാ ഒത്തിരി കണക്കുകൾ കൂടാനായിട്ടുള്ള ഒരു ടെക്നോളജിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓഹോ, അതെന്തിനാണ് ഇതിന്റെ ടെക്നോളജി? അതായത് ഒരു ടൂറിസ്റ്റ് ബസ് ഇങ്ങനെ ബ്രേക്ക് കുടിച്ചിട്ട് ഡോർ തുറന്ന് ഉണ്ണിപ്പിള്ള ഇറങ്ങി വന്ന അങ്ങനെ ഇരിക്കും. നീ വ്യക്തമായിട്ട് പറയടേ. ഉണ്ണിപ്പിള്ള ഇറങ്ങിയ കാര്യം വരണോ? ഒരു ടൂറിസ്റ്റ് ബസ് വാങ്ങിച്ച് നമുക്ക് ട്രാവൽസിലോട്ട് ഇട്ടാലോ എന്നാണ് എന്റെ ആലോചന. അപ്പൊ പൈസ എവിടുന്നു? പൈസ അച്ഛൻ തരും. എന്റെ എന്തൊരു കീരത്തിരിക്കുന്നു പൈസ തരാൻ. ഒരു കീരത്ത് പോലും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അച്ഛനോ നടക്കണത്? നമുക്ക് ലോൺ എടുക്കാം. എന്താ പരിപാടി? ലോൺ എടുക്കാനാ? അപ്പൊ ആ വീടും കൂടെ വിൽക്കണം നിനക്ക്, അത്രയല്ലേ ഉള്ളൂ. എന്തോ ലോൺ എടുക്കുന്ന വീട് വെക്കുന്ന കാര്യമൊക്കെ? ആ സൈമിലാണല്ലോ വന്നത്. പാർട്ട്ണർ ആവാൻ താല്പര്യമുണ്ടോ? പാർട്ട്ണർ എന്തില്? പാർട്ട്ണർഷിപ്പിന് താല്പര്യമുണ്ടോ? കാര്യം പറയടാ. കാര്യം ബിസിനസ്. എന്തോ ബിസിനസ്? ടൂറിസ്റ്റ് ബസ്. ടൂറിസ്റ്റ് ബസ് അല്ലേ? വാങ്ങിക്കാൻ പറ്റിയ സമയമാണ്. ടൂറിസ്റ്റ് ബസ്സുകാർക്കൊക്കെ നല്ല സമയമാണ് ഇപ്പൊ. അതാ പറഞ്ഞില്ലേ? എന്തായിരുന്നു കാട് അവള് പറയും. ഇപ്പൊ പത്രമൊക്കെ വായിക്കാറില്ലേ? മറ്റേ വെള്ള പെയിന്റ് അടിക്കണം, ഓഡിയോ സിസ്റ്റം പാടില്ല, രാത്രി പിള്ളേരെ കൊണ്ട് ഓടാൻ പാടില്ല, എന്തൊക്കെ റൂളുകളാണ്. ബെസ്റ്റ് ടൈമാണ്, നല്ല കാലം. ഇതാണ് വീട്ടിൽ ഒരു ഐഡിയ പറയില്ലെന്ന് പറയാം. ഉടനെ അണപ്പിച്ചു വിടും. ഞാൻ ഉണ്ടാക്കിയ റൂളൊന്നും ഇല്ലടാ, പേപ്പറിൽ വായിച്ചതാണ്. ഗവൺമെന്റ് ഉണ്ടാക്കിയ റൂള്. ഇതുവാടാ കത്തി നിന്നത് അണഞ്ഞു പോയാ. ഇനി വേറെ ഐഡിയ കൊണ്ടുവാ. അല്ല ഇപ്പൊ എന്തൊരു മെസ്സേജ് വന്നു? പൈസ ഒന്നാണല്ലോ. എനിക്കെങ്ങനെ മനസ്സിലായി പൈസ? നമുക്ക് പൈസ വന്ന മെസ്സേജ് കേട്ടാ അറിഞ്ഞൂടെ? അല്ലേ? അതിനല്ലേ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണേ. അതെ, രവിയേട്ടൻ പണ്ടൊരാൾക്ക് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസ തിരിച്ചിട്ടത് എന്റെ അക്കൗണ്ടിലേക്കാ. അണ്ണൻ കടവ് കൊടുക്കുവോ? ആ ഓഫീസിലുണ്ടായിരുന്നു ഒരാൾക്ക്. അപ്പൊ അട്ടിക്ക് എത്ര വന്ന്? 15. പൊളിച്ച്. അപ്പൊ ചെലവ് ചെലവാ? ഇതിന് ഞാൻ വേറെ ചെലവ് ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതെ മാമ, പ്ലാൻ എന്തെന്ന് വെച്ചാല് നമ്മുടെ ഇവിടുത്തെ ഫ്രിഡ്ജ് അത്രയും പഴകി അത്രയും വൃത്തിയായിട്ട കണ്ടീഷനിലാണ്. നമുക്ക് ഈ പൈസ കൊണ്ട് ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചാലാ? ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ്. ഡബിൾ ഡോർ ഫ്രിഡ്ജാ? അത് പൊളിയായിരിക്കും. ടപ്പൻ ഐസ് വയ്ക്കുന്നു, ടപ്പൻ ഐസ് എടുക്കുന്നു. അതെ, ഏത് നമുക്കൂടെ കൂടെയുള്ള കാര്യമാണ് അത്. വായി രവിയേട്ടൻ അറിഞ്ഞ സമ്മതിക്കൂല. അത് സമ്മതിക്കാത്തത് അണ്ണനെ കൊണ്ട് നമ്മൾ സമ്മതിപ്പിക്കണം അല്ലേ ഡാഡി? അതാണെങ്കിൽ ഞാൻ കൂടെ പറയാം, വാങ്ങിടാന്ന് പറയാം. എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ എന്നെ ഓട്ടിച്ചു വിടും. എത്ര കാലം കൊണ്ട് ഞാൻ പറയണ കാര്യം എന്നറിയോ? ഈ ഫ്രിഡ്ജ് എന്ന് നിക്കുന്നുവോ അന്ന് പുതിയത് വാങ്ങിക്കാന്നാണ് പറയുന്നത്. വാങ്ങിക്കല്ലോ, നിക്കണില്ലല്ലോ. അതിനല്ലേ ഞാൻ
അത് ഞാൻ നടത്തിച്ചു തരാം. ഒന്നും വർക്കാവൂല. പാല് വെച്ചാലും ഇരിക്കൂല, പച്ചക്കറി വെച്ചാലും ഇരിക്കൂല, എല്ലാം കേടായി പോവാണ്. എന്നാലും കത്തലുണ്ട്, ലൈറ്റ് തണുക്കണുണ്ട് ചെറുതായിട്ട്. എന്നാ വാടാടി, അച്ഛനൊന്ന് വെച്ചോ കിട്ടു. എനിക്ക് അത് കാര്യം എന്ത് വെച്ചാലും കേടായി പോകുന്നു. കേടാവും നോക്കായി. ജോലി ഓ നമ്മളെ ഐഡിയ ഒന്നും പിടിക്കൂല. ഓ നോക്ക്, അത് വേറെ ആരെയില്ല, അച്ഛനടുത്ത് വെച്ചു നോക്കാൻ. നാളെ എനിക്കായിട്ട് ഇത് ഉണ്ടായിട്ട് പോവാന്. ആര് വളർത്തി എടുത്തതാണ്? ഞാൻ തന്നെ. അപ്പൊ നിങ്ങളല്ലേ പഠിപ്പിച്ചു കൊടുത്തത്? അനുഭവിച്ചോ? തള്ള അത് സെറ്റ്. അത് തന്നെ കൊള്ളല്ലേ. പക്ഷെ ഇത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങൂല, ഭയങ്കര വിലയായിരിക്കും. അത് കുഴപ്പമില്ല, അത് വാങ്ങി. അത് തന്നെ ഓഫർ ഉണ്ട്. കൊള്ളാല്ലേ. മണി ആ എല്ലാം മഞ്ഞ കിട്ടിയല്ല. ഓ ഒരു ചൂട്. അണ്ണ ഉണക്കമുന്തിരിയോ ലായണ്ണ വെയിലുണ്ട്. വെയില് നീ കളിയാക്കിയാണ് പറഞ്ഞത് മനസ്സിലായി. പക്ഷെ വെയിലെന്ന് പറഞ്ഞ മുടി കരിഞ്ഞു, ആ രീതിയിലാണ് വെയില്. മണി, രാജേഷ് അയച്ച പൈസ വന്നാ 15,000 രൂപ. എടി നിന്റെ അക്കൗണ്ടിൽ രാജേഷ് അയച്ച പൈസ വന്നാ? പൈസ വന്നു. അതിൽ നിന്ന് ഒരു 10,000 രൂപ തിരിച്ചയച്ചോളൂ. ഒരു 10,000 രൂപ തിരിച്ചയച്ചോളൂ. തിരിച്ചേക്കാ. അപ്പൊ ഫ്രിഡ്ജ് എങ്ങനെ വാങ്ങിക്കും? ഫ്രിഡ്ജാ? ഫ്രിഡ്ജാ? ഏത് ഫ്രിഡ്ജ്? ഡബിൾ ഡോർ ഫ്രിഡ്ജാ? ഇവിടെ ഫ്രിഡ്ജ് ഇപ്പൊ ഉണ്ടല്ലോ. അവിടെ വീട്ടിലേക്കാ? ഇവിടത്തേക്ക് തന്നെ. ഇവിടെ ഉള്ള ഫ്രിഡ്ജ് അല്ല. ഇവിടെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ലേ? വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കൊരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കേണ്ടത്. ഇത് എത്ര പഴയതായി. പാല് വെച്ചാ കേടാവുന്നു, പച്ചക്കറി വെച്ചാ കേടാവുന്നു, ഒരു സാധനം വെക്കാൻ സ്ഥലവും ഇല്ല. നീ തമാശ പറയണം മണി. ഫ്രിഡ്ജ് പാല് വെച്ചാൽ കേടാവുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. ഈ ഫ്രിഡ്ജ് വെച്ചാലല്ലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അടിക്കടി ഫ്രിഡ്ജ് മാറ്റുക എന്തോന്ന് ഓരോ സാധനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഫ്രിഡ്ജ്, TV, മിക്സി എല്ലാം മാറ്റിക്കൊണ്ടിരിക്കണം. അണ്ണൻ എങ്ങനെ അറിയാൻ പറ്റുമത്? നമ്മളല്ലേ കിച്ചണൊക്കെ യൂസ് ചെയ്യണത്. കിച്ചൺ യൂസ് ചെയ്യാൻ എല്ലാ വീട്ടിലും ഇതുപോലെ കിച്ചൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്താ സംഭവം അറിയുമോ? അപ്പുറത്തെ സ്റ്റെല്ലെ ആരെങ്കിലും വല്ല ഫ്രിഡ്ജ് വാങ്ങിച്ചു കാണും, അത് ഇന്നലെ പറഞ്ഞു കാണും. അതാണ് സംഭവം, അല്ലാതെ ഇവിടെ ആവശ്യത്തിനല്ല. അല്ല നീ തന്നെ പറ, ഇപ്പൊ ഇവിടെ ഫ്രിഡ്ജിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ലേ? ഫ്രിഡ്ജിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട്. ആ ഫ്രിഡ്ജിന് കുഴപ്പമില്ല. ഇല്ല. ഓഹോ, കളിക്കുന്നവള്. നിനക്ക് കുറച്ച് ആഹാരം കൂടുന്നുണ്ട് മണി, ഞാൻ പറഞ്ഞേക്കാം. പൈസ പറഞ്ഞ എങ്ങനെയാണെന്ന് നിനക്ക് അറിഞ്ഞൂടാ. ഞാൻ അവിടെ പോയി മരം കുലിക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരികയല്ല, കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. അത് തന്നെ EMI അത് ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. നിനക്ക് അപ്പോഴെപ്പോഴും ഇനിയിപ്പോ ബെൻസ് കാർ വേണമെന്ന് പറയും. ഇവളുണ്ടല്ലോ, നീ മിണ്ടി പോരുത്. നീ വന്ന ശേഷമാണ് ഇവൾക്ക് കുറച്ച് ഇളകുള്ളൂ. ഇവിടെ ഉണ്ടല്ലോ മറ്റേ പുലിനടവില്ല ഭാർഗവമില്ലയുടെ മോളല്ലേ, അതിന്റെ അഹങ്കാരമാണ്. അവിടെ അതൊക്കെ നടക്കും. അവിടെ ജമ്മിയാണ് പൈസയെ കൊണ്ട്. ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് കയറി വന്നത്. എന്നിട്ട് തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അവൾ ഫ്രിഡ്ജ് വേണം. എനിക്കൊന്നും വേണ്ട, മറ്റേ പൈസ എടുത്ത് ഇട്ടോട് എന്റെ ബാങ്കിൽ നിന്ന്. മണി കണ്ട, എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓടം തന്നെ മുഖം പിടിച്ച് അങ്ങ് പോകും. പിന്നെ ഒന്നും കേൾക്കണ്ടല്ലോ. ചെവിയാനോ? അപ്പൊ ഒന്നും പറയണ്ടേ? പതുക്കെ പറഞ്ഞാ പോരെ. അതൊക്കെ പറഞ്ഞാ പോരെ? മനുഷ്യന്റെ സ്വസ്ഥത. എന്നാ വെയിൽ കൊണ്ട് തളന്നാണ് വന്നത്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാനല്ല ഫ്രിഡ്ജ് വാങ്ങിക്കുന്നു. എല്ലാം കൊള്ളാം. മണി കള വിഷമിക്കാതെ. പിന്നെ അല്ലാതെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് വിഷമാവൂലേ? അത് പോട്ട്. ഇപ്പൊ എത്ര രൂപ ഇടണം? മൊത്തം ഇട്ടോടും. മൊത്തം ഒന്നും ഇടണ്ട, കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. ബാക്കി ഇരിക്കട്ടെ. നമുക്ക് ഈ ഫ്രിഡ്ജും കൂടെ വിറ്റിട്ട് നമുക്ക് പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ? നീ കൂടുതൽ സംസാരിക്കല്ലേ, ഇവനാണ് എല്ലാം കാരണം അല്ലേ? പിന്നല്ലേ നീ ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ടാണ്. ഞാൻ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞ കംപ്ലീറ്റ് ഞാൻ അറിഞ്ഞ ഇങ്ങനെ പറയുന്നു. അത് തന്നെ, അണ്ണൻ കുറച്ച് കൂടുതലാണ് പറഞ്ഞത്. ഇത് എന്റെ അടുത്തുള്ള ദേഷ്യം അല്ല, വേറെ ആരുടെ ദേഷ്യം എന്റെ അടുത്ത് തീർത്തതുപോലെ തോന്നിയില്ലേ? അത് ശരിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ നമുക്ക് വിട്ടിട്ട് നമുക്ക് ഈ ഫ്രിഡ്ജ് വിറ്റിട്ട് കുറച്ച് പൈസ കിട്ടും. ചേട്ടത്തില് കുറച്ച് പൈസ കിട്ടും. ബാക്കി നമുക്ക് ലോൺ ഇട്ട് വാങ്ങിച്ചല്ല. കൂടുതൽ ബുദ്ധി കൊണ്ട് വരല്ലേ, പോവാൻ നോക്ക് ചേട്ടാ. അത് ചേട്ടത്തി അതിന് മൂടോട്ടില്ലേ, അതുകൊണ്ടാണ് ചേട്ടത്തിന്റെ അങ്ങനെ പറഞ്ഞു. അതിനിപ്പോ ചേട്ടാ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാ? മൂട് മാറ്റേ. നല്ല ചേട്ടത്തി മൂടോട്ടില്ലേ? ഞാൻ ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ ഓക്കെ കംപ്ലീറ്റ് ഓക്കെ ഓക്കെ ആവണ്ടേ? അല്ല ഓക്കെ ചേട്ടന്റെ കുഴപ്പമെന്ന് തോന്നുന്നു. അല്ല അത് ഉറപ്പിരുവേണ്ടി. ഉറപ്പിരുന്നു. എന്തിനും നമ്മളൊരു ദൃഢത വേണ്ട. തിരക്കാം. അല്ലെങ്കിലേ മനുഷ്യന്റെ മൂഡ് പോയിരിക്കും. ചൊറിഞ്ഞോണ്ടിരിക്കും. ചേച്ചിയുടെ ഫോൺ എവിടെ? എന്റെ ഫോണ് അത് റൂമിൽ ചാർജ് ചെയ്യാൻ കുത്തിക്കണം. ബാ എടുക്കാം.